ഒറ്റ വെട്ടിന് 2 തുണ്ട. ആണോ? എന്നാ എന്റെ മൊബൈലിൽ ഒരു 4 വെട്ട് കിട്ടും. ഞാൻ കണ്ടിട്ട് ഒത്തിരി നാളാണ്. ഇതെന്തോന്ന് മനസ്സിലായോ? ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലാ. അതിന്റെ അർത്ഥം ഇവിടെ തീവ്രവാദികൾ വന്നിട്ടുണ്ട്. ചുമ്മാരി മുതലാളി, രാവിലെ ഏവനെ തുപ്പി ഹാൻഡ്സ് എടുത്ത് പിടിച്ചിട്ട് ബോംബ് ഉണ്ടാക്കും പോലും. സുഹൃത്തുണ്ട് മണിയൻ പറഞ്ഞ് സതി ഒരു പടക്കം ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞ ലക്ഷ്മി വെടി പഴയത് നേരെ എടുത്ത് പിന്നെ മറക്കാനാകുമോ? ധൈര്യം മാമന്റെ ധൈര്യം എടുത്ത് പറയല്ലേ. പാതിരാത്രി മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് സ്വന്തം മൂത്രം ഒഴുകി വരുന്ന കണ്ടിട്ട് പെരുമ്പാമ എന്ന് പറഞ്ഞ് വയനാട്ടിൽ 6 മാസം പോയി. അവനിന്റെ ശബ്ദം കേട്ടിട്ട് എന്നോട് മുടിഞ്ഞ പ്രണയം. ഒരു ദിവസം അവൻ എനിക്ക് ഒരു 5000 രൂപ അയച്ചു. പാവം കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു അതിന് ഞാൻ ഒരു പാന്റ് ഷർട്ട് എടുത്ത് അയച്ചു കൊടുത്ത്. എന്നിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ ഈ ഷർട്ടും പാന്റും ഇട്ടോണ്ട് എന്റെ അച്ഛൻ നിൽക്കുന്നു. 3 മണിയായപ്പോൾ അമ്മച്ചിമാരും അക്കന്മാരും ചേച്ചിമാരെല്ലാം കൂടെ വന്ന് ഇപ്പൊ തുടങ്ങും ജയന്റെ കരിമന കാണാതിരുന്നവര് അമേരിക്കൻ. ഞാൻ നോക്കിയപ്പോ കാക്ക കൂട്ടി ചോദിക്കാൻ ചെന്ന പഞ്ചായത്ത് മെമ്പറെ തുണി പോക്കി കാണിച്ചു. ഒന്ന് കാണിച്ചേ. രാജാവിനെ പോലെ എന്താ ജീവിക്കണത്? രാജാവ് മീൻ വണ്ടി വന്നപ്പോ മീൻ മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് മീൻ വണ്ടി വെള്ളത്തിൽ കിടന്ന ചെതമ്പൽ എടുത്തോണ്ട് പോയി കുടമ്പുളി ഇട്ട് കറി വെച്ച് മീൻ കറി എന്ന് കൂട്ടിയതാണ്. ചോറെടുക്കുക, നന്നായിട്ട് ഉരുട്ടുക, നന്നായിട്ട് അങ്ങ് ഉരുട്ടാ. പിന്നെ നാട്ടാർക്ക് ഫ്രീ ആയി കൊടുക്കും വിലാസിനി. എന്റെ മൊബൈൽ ഓണായി തോന്നുന്നു. എഴുതി കൊടുക്കണം. നോക്കിയപ്പോ മണിയൻ കിടന്ന് കുമ്മാണ്. ഞാൻ ഇന്നൊരു കാര്യം ചെയ്യും, ആ ഉറി കിടക്കണ വള്ളി എടുത്ത് പറയിലോട്ട് ഇടാന്ന് പറഞ്ഞു. നിന്റെ പേര് ഞാൻ എഴുതണം. എന്താണ് നിന്റെ പേര്? പെരുമ്പഴുത്തൂർ ഉണ്ണി. അപ്പൊ പെരുമ്പഴുത്തൂർ ഉണ്ണിക്ക് ഏത് കവിതയാണ് വേണ്ടത്? പെരുമ്പഴുത്തൂറിയല്ല, പെരുമ്പഴുത്തൂർ ഉണ്ണി. ഒരൊറ്റ വെട്ട് എന്റെ അണ്ടോറിന്റെ വള്ളിയും മുണ്ടും കൂടി ഇങ്ങനെ വിച്ഛേദിച്ച് പോയിട്ട് പച്ചനേന്നും പറഞ്ഞ് ഞാൻ അങ്ങ് നിന്നുപോയി. അല്ല, എന്നിട്ട് നിനക്ക് വെട്ടുണ്ടോ? പുറയിലുള്ള വെട്ടമുള്ള വെട്ടിക്കട വടിവാൾ പോയി. രാവിലെ കിട്ടിയതാണ്. ഞാൻ ചൊല്ലട്ടെ. മുമ്പിൽ വെള്ളമുണ്ട്, കുടിക്കുവാൻ അത് സാധിക്കുന്നില്ല. ഞാടിയ ഞരമ്പുകൾ തരിക്കുന്നു, ഉള്ളിലുണ്ടവൻ പുറത്തോട്ട് പോകുന്നില്ല. രാവിലെ കക്കുത്തിരുന്നപ്പോ കിട്ടിയ ആശയല്ല, അതല്ല വേണ്ടത്. വിളിക്കല്ലേ അടിപൊളി. ഞാനും ബോസും കൂടെ. ഞാൻ ബോംബെടുത്തു, ഒരു തടി കൊടുത്തു, ബോസിന്റെ കയ്യിൽ കൊടുത്തു. ബോസ് അത് പാനിപൂരിയാണെന്ന് പറഞ്ഞ് വിഴിഞ്ഞു. പിന്നെ ബോസിനെ രാജഞ്ചിനെ പോലെ പിന്നെ ബോസിന്റെ പാനിയാതാ ബോസിന്റെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നു. കണ്ണ് ദാനം ചെയ്യൂലേ ഞാൻ. അത് സ്വീകരിക്കുന്ന ആളല്ലേ. പുള്ളിയോട് ഒരു കാര്യം പറയണം. എന്നത് എല്ലാ ദിവസവും 2 എണ്ണം വെച്ച് അടിക്കണം രാവിലെ തന്നെ. എന്തിനാ? എന്നാൽ ഈ കണ്ണ് തുറക്കോളൂ. എന്ത് ചെയ്യുന്നു? കിണർ കുത്തും. കിണറൊക്കെ കുത്തിയാ എന്ത് കിട്ടാനാ? വെള്ളം കിട്ടും. വെള്ളം കിട്ടും സാറേ, ഇവിടെയൊക്കെ കിണർ കുത്തി വെള്ളം കിട്ടും. നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? എന്ത് എന്നോട് ചോദിച്ചു, എന്താ ആരും ഒന്നും പ്രതികരിക്കാത്ത? ഈ ബോംബത്തിനെ നമ്മൾ കടിച്ചിട്ടെറിയണേ. പിന്നെ അറിയാതെ ഞാൻ എന്റെ നിക്കറിനകത്ത് എടുത്തിടാം. ചുമ്മാ
ഞാൻ പോയി ഇപ്പൊ സാധനം എടുത്തോണ്ട് വരാം. ചേച്ചി അളിയന്റെ പോക്ക് ശരിയല്ല. അളിയൻ ലോക്കൽ ആളുകളോട്ട് ഇറങ്ങി ഇവിടെ കള്ളൂടി തുടങ്ങിയിട്ടുണ്ട്. ഷെയർ ഞാനുണ്ട്. ഞാൻ 150 ഇട്ടേക്കാം. 150. അച്ചായ ആ നിന്റെ കൂടെ 300 ഇട്ടേക്കാം. ഈ വീടിന്റെ കാര്യം പറ. പകൽ നിന്നെ കാണാനേ പറ്റത്തില്ല. നല്ല ഐഡിയ. രാത്രി ആകുമ്പോ അതെന്താ? ജീവിയുടെ കാര്യം പറയാൻ പറഞ്ഞു. ഓ ഉയരം കുറവായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ മുഖത്ത് തുപ്പി എന്നെ. അല്ല മുതലാളി, മുളഞ്ഞ വർത്താനം പറയുന്നത്. അതുകൊണ്ട് എന്റെ അച്ഛൻ എനിക്ക് വയമ്പ് വാങ്ങിച്ചു തന്നു. അതിൽ പിന്നെ എനിക്ക് തത്തയുടെ സ്വഭാവം മുതലാളി. നെൽമണിയൊക്കെ കണ്ടാ കുത്തി തിന്നാൻ തോന്നും, ചീട്ടൊക്കെ കണ്ടാ കുത്തി എടുത്ത് തരാൻ തോന്നും. ഭാഗ്യം നിനക്ക് പറന്നു കൂറാൻ തോന്നാത്ത